ഹലോ ലൈഫ് കസാനയാണ് നിങ്ങളുടെ കൂടെ. ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ടതും ഉപകാരപ്രദവുമായ ജപ്പാൻ ടെക്നിക്കുകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനു മുന്നത്തെ വീഡിയോസ് കാണാത്തവർ എന്തായാലും കാണുന്നത് പരിഗണിക്കണം. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ സമയം നഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾക്ക് ഒരിക്കലും തോന്നില്ല. ഓക്കെ, നമ്മളൊരു ലിഫ്റ്റിൽ കയറി. അവിടെ നിന്ന് ഒരാൾ ഉച്ചത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് എന്ത് ഫീൽ ചെയ്യും? വളരെ ബുദ്ധിമുട്ട് തോന്നുമല്ലേ? പബ്ലിക് ടോയ്ലറ്റ് യൂസ് ചെയ്യുന്നവരാണോ നിങ്ങൾ? ഒരു ദിവസം നിങ്ങൾ പോയി പബ്ലിക് ടോയ്ലറ്റ് ഓപ്പൺ ചെയ്തു. അതിനകത്ത് ഫ്ലഷ് ചെയ്യാതെ അവിടെ എല്ലാം വൃത്തികേടാക്കിയിട്ട് ഒരാൾ പോയിരിക്കുന്നു. നിങ്ങൾക്ക് എന്ത് തോന്നും? അവിടെയാണ് നമ്മുടെ നാലാമത്തെ ടെക്നിക്കായ ഒമിയാരുടെ പ്രസക്തി. മറ്റുള്ളവരെ കൺസിഡർ ചെയ്യാനുള്ള മനസ്ഥിതി. ഇംഗ്ലീഷിൽ പറയും എബിലിറ്റി ടു പുട്ട് യുവർ സെൽഫ് ഇൻ സംവൺ ഷൂസ്. കരുണയോടെ പെരുമാറുക. നമ്മളെ മറ്റുള്ളവരുടെ സ്ഥാനത്ത് നിർത്തി ചിന്തിച്ചു നോക്കുക. നമ്മുടെ ചെയ്തികൾ മറ്റുള്ളവരെ എങ്ങനെ ബാധിക്കുന്നു എന്ന് മനസ്സിലാക്കി പെരുമാറുക. ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ ഈ പ്രവൃത്തി കൂടെയുള്ള ആളെ എങ്ങനെ ബാധിക്കും എന്ന് ചിന്തിക്കാനുള്ള മനസ്സ്. ഇനി മറ്റൊരു ടെക്നിക്ക് പറയാം. നമ്മൾ നല്ല തിരക്കുള്ളൊരു ബസ്സിൽ കയറി നിൽക്കുകയാണ്. ഇരിക്കാനും നിൽക്കാനും സ്ഥലമില്ല. നമ്മുടെ മനസ്സെന്താവും? ആഗ്രഹിച്ചൊരു സിനിമയ്ക്ക് കയറി നോക്കിയപ്പോൾ എന്താ, അവിടെ വലിയൊരു ക്യൂ. അത് പുറത്തെത്തിയിട്ടുണ്ട്. നല്ല ദേഷ്യം വരും അല്ലേ? അത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ സംയമനം പാലിക്കാനുള്ള മനസ്ഥിതി. ഇത്രയ്ക്ക് വേഗതയുള്ള ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതാണ് ഗാമൻ എന്ന ജപ്പാനീസ് ടെക്നിക്കിന് ഇവിടെ പ്രശസ്തി ഉയർത്തുന്നത്. ബുദ്ധിമുട്ടുകളെ അതിജീവിക്കാനുള്ള മനസ്ഥിതി. അമേരിക്കൻസ് അതിന് ടോക്സിക് പോസിറ്റിവിറ്റി എന്നെല്ലാമായിട്ട് പറയുന്നുണ്ട്. പക്ഷേ ഗാമൻ ടെക്നിക് നമ്മളെ വേദനകളെ തഴയാതെ അതിനെ അഭിമുഖീകരിക്കാനുള്ള ശക്തി പകർന്നു തരുന്നു. വീണാലും എഴുന്നേറ്റ് മുന്നേറാനുള്ള പാഠം പഠിപ്പിക്കുന്നു. കംപ്ലൈൻറ്റ് ചെയ്യുന്നത് നിർത്തി ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഇരുയുടെ റോൾ ഒഴിവാക്കി ജീവിതം പടുത്തുയർത്തുന്ന ആളായി മാറ്റാൻ നമ്മളെ സഹായിക്കുന്നു. നമ്മുടെ സ്കൂളുകളിലെല്ലാം തീർച്ചയായിട്ടും പഠിപ്പിക്കേണ്ട 2 ടെക്നിക്കാണ് ഒമിയാരിയും ഗാമൻ ടെക്നിക്കും. അതെല്ലാവരും ജീവിതത്തിൽ പകർത്താൻ ശ്രദ്ധിക്കണം. അത് കുഞ്ഞുങ്ങളെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാനും ഒരിക്കലും മറക്കരുത്. അപ്പോൾ ഇതുപോലെയുള്ള ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുമല്ലോ. അപ്പോൾ അടുത്തൊരു ടെക്നിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം.